أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وعلى آله وصحبه أجمعين ما بعد ുള്ള സഹോദരന്മാരെ എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂര്യനെ നിനക്ക് കാണാം. അവരുടെ ഗുഹാമുഖം വിട്ട് അത് നീങ്ങിപ്പോകുന്നതായിട്ട് ദാത്തൽ യമീനി വലതു ഭാഗത്തേക്ക് ഫൈദ ഖറബത് അത് അസ്തമിച്ചാൽ തഖ്ദിറുഹും ദാത്ത ഷിമാലി അവരെ വിട്ട് ഇടതു ഭാഗത്തേക്കും തിരിഞ്ഞു പോകുന്നത് കാണാം. വഹും ഫി ഫജ്വത്തിൻ അവരാ ഗുഹാമുഖത്തുണ്ട്. ഫജ്വത്തിൻ മിൻഹു ആ ഗുഹയുടെ മുഖഭാഗത്ത് അവര് ഉണ്ട്. ദാലിക മിൻ ആയാത്തില്ല അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സൂര്യന്റെ വലത്തോട്ടും ഇടത്തോട്ടുമുള്ള മാറ്റം അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി അള്ളാഹു ആരെങ്കിലും ഹിദായത്തിലാക്കിയാല് അയാള് മാർഗദർശനം ലഭിച്ചവനാണ്. വമൻ യുദ്ലിൽ ആരെങ്കിലും അള്ളാഹു പിഴപ്പിച്ചാൽ ഫലം തജിദ് ലഹു വലിയ മുർഷിദ നേർമാർഗം കാണിക്കുന്ന ഒരു വലിയനെയും അയാൾ എത്തിക്കുകയില്ല. ഒരു മുർഷിദായ ഒരു വലിയനെയും അയാൾ എത്തിക്കുകയില്ല. സൂര്യന് ഉദിക്കുമ്പോൾ അത് അവരുടെ ഗുഹ വിട്ട് വലതു ഭാഗത്തേക്ക് മാറിപ്പോകുന്നതായും അത് അസ്തമിക്കുമ്പോൾ അവരുടെ വീട് വിട്ടുകടന്ന് ഇടത് ഭാഗത്തേക്ക് പോകുന്നതായും നിനക്ക് കാണാം. അവരതിന്റെ ആ ഗുഹയുടെ വിശാലമായ ഒരു ഭാഗത്ത് കിടപ്പുണ്ട്. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. അള്ളാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. അള്ളാഹു ആരെയാണോ ദുർമാർഗത്തിലാക്കുന്നത് അവനെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു മുർഷിദായ രക്ഷാധികാരിയെയും വലിയനെയും അവന് ലഭിക്കുകയില്ല. ഇതാണ് ഈ പറഞ്ഞ ആയത്തിലെ ഒരു തഫ്സീറുൻ സതഹിയ്യ, ഒരു മേൽപ്പരപ്പിലെ വായന. ഇതാണ് കുറെ കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും വായിക്കാനെല്ലാം ഉണ്ട്. ഇവിടെ തുടങ്ങുന്നത് തന്നെ തറ എന്ന് പറഞ്ഞാണ്. തറ എന്ന് അറബിയിൽ പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നതിനെയാണ് തറ എന്ന് പറയുക. വിശുദ്ധ ഖുർആന് പലയിടങ്ങളിലും തറ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഖുർആന് വഹീന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹിനോടും പിന്നെ നമ്മളോടും സംവദിക്കുന്നത്. ഇമാം ഷഅറാബിയുടെ ചില വേറിട്ട വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റും. തറ എന്ന് വിശുദ്ധ ഖുർആന് റസൂലുള്ളാഹിനോട് പറയുമ്പോഴേ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ആ സംഭവത്തെ കൊണ്ടുവരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, റസൂലുള്ളാഹിന്റെ ഒരു മുഅ്ജിസത്തായിട്ടാണ് അദ്ദേഹം ഇതിനെ എണ്ണുന്നത്. അപ്പൊ അങ്ങ് നോക്കൂ എന്ന് പറയാണ്, കണ്ണുകൊണ്ട് നേരിട്ട് അനുഭവിക്കൂ എന്ന് പറയാം. അപ്പൊ ഒരു ചരിത്രത്തിന്റെ ഭൂതകാലത്തിന്റെയും ഭാവി കാലത്തിന്റെയും മറയെ റസൂലുള്ളാഹിക്ക് നീക്കിക്കൊടുത്തു എന്നാണ് അദ്ദേഹം ഇത്തരം ഇടങ്ങളിൽ ഷഅറാബി വിശദീകരിക്കുന്നത്. അഥവാ ചരിത്രത്തിന്റെ ഭൂതകാലത്തിന്റെയും ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളുടെ ഭാവി കാലത്തിന്റെയും മറയെ അള്ളാഹു നീക്കിക്കൊടുക്കുന്നു. അപ്പൊ നീക്കിക്കൊടുത്തു എന്നുള്ളത് അള്ളാഹു കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തറ എന്നുള്ളത്. കണ്ണുകൊണ്ട് നേരിട്ടുണ്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ സൂറത്ത് മുൽക്ക് നമുക്ക് കാണാൻ പറ്റും, അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ, 7 അടുക്കടുക്കായി അവൻ എന്താക്കി വാനലോകത്തെ സംവിധാനിച്ചു. മാ തറ കണ്ടോ, അവിടെ തറ എന്ന് ഉപയോഗിച്ചു. ഫീ ഖൽഖിർ റഹ്മാനി മിൻ റഹ്മാനായ പരമകാരുണ്യവാനായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു ന്യൂനതയും നിനക്ക് കാണാൻ പറ്റൂല. എന്നിട്ട് പറയാണ് ഫർജിഅൽ ബസ്വറ, അന്റെ
വീണ്ടും നിന്റെ ഹൃദയം കൊണ്ടുള്ള മനനത്തെ, കണ്ണുകൊണ്ട് അവിടെ നീ രണ്ടാമത് കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് മാത്രമല്ല, കണ്ണുകൊണ്ട് നോക്കി ഹൃദയം കൊണ്ട് അഗാധമായി നീ ഒന്ന് ചിന്തിക്കൂ. ഹൽ തറാമി ഫുതൂർ, വല്ല വീഴ്ചയും നിനക്ക് കാണാൻ പറ്റുമോ? വല്ല വിടവും വല്ല ന്യൂനതയും നിനക്ക് ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും സ്ഥലത്തിൽ കാണാൻ പറ്റുമോ? എന്നിട്ട് പറയാണ് സുമർജൽ ബസ്വറ. പിന്നെ അവിടെ വീണ്ടും ഉപയോഗിക്കുന്നത് ബസ്വറ എന്നുള്ള വാക്കാണ്. ഈ സൂറത്ത് മുൽക്ക് തന്നെ തറ ബസറ എന്നുള്ള രണ്ട് വാക്കുണ്ട്. അപ്പൊ ഒന്ന് കണ്ണുകൊണ്ട് നോക്കുക, അവിടെ ചിന്ത അതിലേക്ക് പെട്ടെന്ന് കടന്നു വരണം എന്നില്ല. രണ്ടാമത് വീണ്ടും കണ്ണുകൊണ്ട് നോക്കുകയും പിന്നെ ഹൃദയം കൊണ്ടുള്ളൊരു വായന നടത്തുകയും വേണമെന്ന. അത് അഗാധമായ പഠനം, അതിനെക്കുറിച്ചുള്ള ആലോചനകള്, ചിന്തകള്, ഗവേഷണങ്ങൾ നടത്തുക. അതാണ് ബസീറത്ത് എന്ന് നമ്മൾ പറയാറില്ലേ, ഉൾക്കാഴ്ച എന്ന് പറയും. അതുകൊണ്ട് ബസറ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള മാത്രം നോട്ടല്ല, ആ നോക്കുന്ന ഉടനെ തന്നെ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുള്ളൊരു നോട്ടാണ് ബസറ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സൂറത്ത് മുൽക്കിൽ ഒരേ സമയം തറ എന്നും ബസറ എന്നുള്ള രണ്ട് വാക്ക് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. തുമർജഇൽ ബസറ കറത്തൈൻ, വീണ്ടും രണ്ടാമത് വീണ്ടും നിന്റെ ഹൃദയം കൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് അഗാധമായി ചിന്താകുലനായി നീ നോക്കുക. യൻഖലിബ് ഇലൈക്കൽ ബസറു, നിന്റെ എല്ലാ പഠന ഗവേഷണങ്ങളും പരാജയപ്പെട്ട് നിന്നിലേക്ക് മടങ്ങി വരുന്നത് കാണാം. ഹാസിഅൻ വഹുവ ഹസീർ. അപ്പൊ ഇതേപോലെയാണ് ഇവിടെ തറ എന്ന് പറയുമ്പോഴ് ഭൂതകാലത്തിന്റെ മറയെ നീക്കിക്കൊണ്ട് ആ സംഭവത്തെ അങ്ങ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, എങ്ങനെയാണ് അസ്ഹാബിൽ ഫീലിനെ അള്ളാഹു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നീ കാണുന്നില്ലേ എന്ന് പറയുമ്പോഴും ആ കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ മുഹമ്മദ് റസൂലുള്ളാന്റെ മുമ്പിലേക്ക് കൊണ്ട് കൊണ്ടുവരിക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂല കാണുന്നു എന്നാണ് ഇമാം ഷാറാബി പറയുന്നത്. അപ്പൊ നമുക്കിന്ന് ഒരു ഭൂതകാലത്തിന്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇന്ന് നമ്മളെല്ലാം അങ്ങനെ കഴിഞ്ഞു പോയ, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ഈ പ്രപഞ്ചം എല്ലാം റെക്കോർഡഡ് ആണല്ലോ. എല്ലാം തന്നെ അള്ളാഹു ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി ഒരു ഭാവി കാലത്ത് നമ്മളെ സംസാരങ്ങളെ ഈ വായുവിൽ നിന്ന് മനുഷ്യന് ഒരു പക്ഷേ അതിനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നൊരു കാലം വരും. അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അങ്ങനെ ഉള്ളൊരു കാലം വന്നേക്കാം. അങ്ങനെ ഒരു പഠനങ്ങളോ ഗവേഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോ കഴിഞ്ഞു പോയ ആളുകളുടെ ശബ്ദങ്ങളെല്ലാം പിന്നെ ഇന്ന് പുതിയ ലോകത്ത് നമ്മൾ വീണ്ടെടുക്കുന്ന ഏതെങ്കിലും പഠനങ്ങളും അങ്ങനെ എന്തെങ്കിലും ഗവേഷണങ്ങളിലും എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. അങ്ങനെ അപ്പോ പിന്നെ ഒരു ഭൂതകാലത്തിന്റെ മറയെ അള്ളാഹു നീക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഭാവി കാലത്തിന്റെ മറയെ അള്ളാഹു നീക്കി കൊടുക്കുന്നു. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുദീർഘമായിട്ട് പ്രഭാഷണം നടത്തിയത് ജീവിതത്തില് 2-3 സമയങ്ങളിൽ മാത്രമാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മളിങ്ങനെ പറയുന്ന പോലെ മണിക്കൂറുകളിൽ ഇരുന്ന് പിന്നെ റസൂലുള്ള പ്രഭാഷണം നടത്തിയിട്ടൊന്നുമില്ല. ഉപദേശങ്ങളും പഠനങ്ങളൊന്നും റസൂലുള്ള നടത്തിയിട്ടൊന്നുമില്ല. വളരെ ചെറിയ സമയം, 5 മിനിറ്റ് 10 മിനിറ്റ്, ഏറി വന്നാല് 20 മിനിറ്റ്. അതിനപ്പുറം റസൂലുള്ളാന്റെ ഒരു പ്രഭാഷണവും പോവില്ല. ഖുതുബത്തുർ റസൂൽ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാന്റെ ഖുതുബയെ കുറിച്ച് അതിനെ പിന്നെ സമാഹരിച്ച് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ഖുതുബത്തുർ റസൂൽ എന്നാണ് ഇതിന്റെ പേര്. അതെടുത്ത് നോക്കിയാൽ മതി. അപ്പോ ഓരോ സമയങ്ങളിലുള്ള റസൂലുള്ള പ്രഭാത സമയങ്ങളിൽ, അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിലും റസൂല് സഹാബികൾക്ക് നൽകുന്ന ഉപദേശം ഉണ്ടാവും. അപ്പൊ അവരോട് ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, ചിലപ്പം നേരിട്ട് പറയുന്നു. അപ്പൊ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്, ഏറി വന്നാല് ചില സമയങ്ങളിൽ 20 മിനിറ്റ് അതോട് കൂടിയിട്ട് കഴിയും. കാരണം 20 മിനിറ്റിന്റെ അപ്പുറം ഒരു മനുഷ്യന് ഒരു വിഷയത്തിലേക്ക് പിന്നെ അവന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് നിർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിലേറെ ആ 20 മിനിറ്റിലേറെ സമയം ഒരു മനുഷ്യന്, അപ്പോഴേക്ക് അവന്റെ ചിന്ത പല ദിശയിലേക്ക് ഇങ്ങനെ മാറിപ്പോകും. അപ്പൊ അതിലൊരു സൈക്കോളജി ഉണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 മിനിറ്റിലേറെ പിന്നെ സംസാരിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നത് എന്നെല്ലാം നമുക്ക് അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോ ദീർഘമായ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാഷണം നടത്തിയത് ഒരു സ്വഹാബി റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ വാപ്പയാരാണ്? റസൂലുള്ള പലതവണ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും
വീണ്ടും വീണ്ടും റസൂലുള്ളാഹിനോട് ചോദിക്കുകയും ഒരു ദിവസം പ്രഭാതത്തില് നബിയോട് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ വാപ്പ ഇന്നാളാന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം വഷളാകുകയാണ് ചെയ്തത്. പിന്നെ നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ നമുക്ക് കാണാം, മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ള പ്രഭാതം മുതൽ പിന്നെ ഉച്ചവരെയും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെയും പിന്നെ മഗ്‌രിബ് വരെയും റസൂലുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് മുഴുവനും ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഒന്ന് റസൂലുള്ള അടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഒന്ന് മിണ്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. ആ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, പിന്നെ ഇന്നല്ലാഹ തവാൽ അർള ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ, ഈ പ്രപഞ്ചത്തെ അല്ലാഹുവിന്റെ മുമ്പിൽ ചുരുക്കി മഗ്‌രിബിനെയും മഗ്‌രിബിനെയും ഞാൻ ദർശിച്ചു എന്ന്. ഇപ്പൊ ഭാവിയുടെ ഭൂതകാലത്തിന്റെ മുഴുവൻ ചിത്രങ്ങളും റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ചില പ്രവാചകന്മാരെ അങ്ങനെ കാണാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നവരാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവര് ഈമാന് കൊണ്ട് സംസാരിക്കുന്നവരല്ല, അവര് ഹഖീഖത്ത് കൊണ്ട് സംസാരിക്കുന്നവരാണ് എന്ന് നമ്മൾ ഇതിന്റെ മുമ്പ് നമ്മള് ഇൽമിനെ കുറിച്ച് സംസാരിച്ചോടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ തറശംസ, സൂര്യനെ നിനക്ക് കാണാം. അപ്പൊ ഇവിടെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്, കഴിഞ്ഞ കാല സംഭവത്തെ കൊണ്ടുവന്നുകൊണ്ട് വിലയിരുത്തുകയാണ്. ഇതാണ് സംഭവം. അപ്പോ അത് പിന്നെ ഉദിച്ചു കഴിഞ്ഞാല് അത് അവരുടെ ഗുഹാമുഖം വിട്ട് വലതു ഭാഗത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ അത് അസ്തമിക്കുന്ന സമയത്ത് അവര് വിട്ട് ഇടതു ഭാഗത്തേക്ക് പോകുന്നു. ഇത് അവര് ആ ഗുഹാമുഖത്ത് ഉണ്ട്, ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാം, ഇമാം ഷാറാബി തന്നെ പറയുന്നത് പോലെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ സൂര്യന് അത് അതിന്റെ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും എങ്ങനെ തെറ്റുക? അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന ഭ്രമണ പദം, ചലന പദങ്ങളെല്ലാം നിർണയിച്ചിട്ടില്ലേ? പിന്നെ എങ്ങനെ തെറ്റുക? തെറ്റുമ്പോൾ ഇവിടെ ഈ പിന്നെ പ്രാപഞ്ചികമായ ചില പ്രതിഭാസങ്ങൾ സംഭവിക്കില്ലേ? അതെല്ലാം നമുക്ക് ചോദിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അള്ളാഹു ആണ് ഇവിടെ ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന ചലന ഭ്രമണ പദങ്ങളെ നിർണയിക്കുന്നത്. അള്ളാഹുവാണ്. വകുല്ലും ഫീ ഫലക്കി യസ്ബഹൂൻ, എല്ലാ ഫലക്കും എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ അത് പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഓരോന്നിനും നിർണയിച്ച ആ പദം, ആ ഒരു വീതി വിട്ട് അത് ചലിക്കുകയില്ല. എല്ലാം അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് ചലിക്കുന്നു എന്നെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് തെറ്റുന്നത്? ഇവിടെ ചില ആളുകൾ പറയുന്നു, അത് ആ സമയത്ത് ആ പിന്നെ സൂര്യ വെളിച്ചത്തെ അതിന്റെ വലതു ഭാഗത്തേക്ക് തെറ്റിപ്പിക്കുന്ന രൂപത്തിൽ അവിടെ അതിനെ മേഘാവൃതമാക്കുന്നു അന്തരീക്ഷത്തെ എന്ന് വിശദീകരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഈ ആയത്തിനെ ഈ രൂപത്തിൽ തന്നെ എടുത്തിട്ട് അല്ല, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ്, അള്ളാഹിന്റെ സൃഷ്ടിയാണ് സൂര്യൻ എന്നുള്ളത്. അപ്പൊ അതിന് ഒരു കാനൂൻ, ഒരു നിയമം, അതിന്റെ ചലനത്തിന് അള്ളാഹു നിർണയിച്ച ഒരു ചലന പദമുണ്ട്, ഒരു വഴിയുണ്ട്, ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ അള്ളാഹു അത് എങ്ങനെ ചലിക്കണം എന്ന് നിർണയിക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അദാലിക്കമിൻ ആയാത്തില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് അള്ളാഹു. അത് മാറി ആ സമയത്ത് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം അത് ആയാത്തില്ല എന്ന് അള്ളാഹു തൊട്ട ഉടനെ തന്നെ എടുത്തു പറയുന്നത് കൊണ്ട് അതിൽ നിന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് ഇല്ല, അവിടെ മേഘങ്ങൾ വന്നുകൊണ്ട് ആ സൂര്യപ്രകാശത്തെ തിരിക്കുകയല്ല, മറിച്ച് അത് ശരിക്കും ആ സമയത്ത് അവരുടെ ഗുഹാമുഖം വിട്ട് അത് മാറി സഞ്ചരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് അത് സാധ്യമാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അഗ്നിയിലെറിയുന്നു. അപ്പൊ അള്ളാഹു അവിടെ മനുഷ്യനെ കാണിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ശത്രുക്കൾ പിടിച്ച് അഗ്നിയിലെറിയുന്നു. അപ്പൊ അള്ളാഹുവിന് വേണമെങ്കിൽ ആ പ്രവാചകനെ അതിനു മുമ്പേ രക്ഷിക്കാമായിരുന്നു. ഇമാം ഷഹറാബ് ഇതുപോലെ വിശദീകരിക്കുന്നുണ്ട്, രക്ഷിക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു രക്ഷിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവിടെ തന്നെ അവരെ അഗ്നിയിൽ എറിയാൻ പാകമായ രൂപത്തിൽ അള്ളാഹു ആ പ്രവാചകനെ അവിടെ ഉപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ആ സമയത്ത് ശക്തമായ കാറ്റും മഴയും കൊണ്ടുവന്ന് അവരുടെ അഗ്നിയെ അള്ളാഹുവിനെ അടച്ചു കളയാമായിരുന്നു. അതും അള്ളാഹു ചെയ്തില്ല. എന്നാ ഇബ്രാഹിം നബി ആണെങ്കിൽ ഓടിപ്പോയതുമില്ല. അപ്പൊ അവര് അഗ്നി സൃഷ്ടിച്ചു, ഘോരമായ അതിഭീകരമാം രൂപത്തിലുള്ള മഹാ അഗ്നികുണ്ഡം നിർമ്മിച്ചു. അങ്ങനെ ആ പ്രവാചകനെ അതിലെറിയാണ്.
അപ്പൊ അള്ളാഹു പറയാണ് യാനാറു കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം. അപ്പൊ അഗ്നി എന്താണ്? അഗ്നിയുടെ സ്വഭാവം അള്ളാഹു അതിന് നിർണയിച്ചിരിക്കുന്നത് അതെല്ലാത്തിനെയും അത് കരിച്ചു കളയുക, അതിനെ ഹോമിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരിക്കലും തന്നെ ഇബ്രാഹിം നബിയെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രോമത്തിന് പോലും എന്തെങ്കിലും ഒരു പിന്നെ ഒരു കരിച്ചൽ വരാത്ത രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹു സംരക്ഷിക്കുകയാണ്. അപ്പൊ അള്ളാഹു അഗ്നിയോട് കൽപ്പിക്കുകയാണ്, അതിന്റെ ആ പ്രകൃതത്തെ സ്വഭാവത്തെ തെറ്റിക്കുകയാണ് അള്ളാഹു. അപ്പൊ അള്ളാഹിന്റെ സൃഷ്ടിയോട് അതിനൊരു ഒരു 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 പൊതു നിയമം അതിന്റെ നിലനിൽക്കെ തന്നെ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചില സമയങ്ങളിൽ അത് എല്ലാ കാലത്തുമുള്ള മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിക്കുവാൻ അള്ളാഹു എങ്ങനെയാണ് അവന് തദ്ബീറും തഖ്ദീറും എല്ലാം അവൻ നടത്തുന്നത് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിന് സാധ്യമാണ്. എന്തുകൊണ്ട്? അള്ളാഹിന്റെ സൃഷ്ടിയാണെന്നുള്ളതാണ്. ഒരു സൃഷ്ടിക്ക് ഒരു നിയമം കൊടുത്തു എന്നുള്ളത് കൊണ്ട് ആ നിയമത്തിൽ നിന്ന് അതിന് തെറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു സംഭവം ഇല്ല. മറിച്ച് അതിനെ സൃഷ്ടിക്കുകയും അതിന് നിയമനിർമ്മാണം നടത്തി കൊടുക്കുകയും ചെയ്ത നാഥനെ ഓരോ സമയങ്ങളിലും അള്ളാഹുവിന്റെ ഇച്ഛകൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് അതിനെ മാറ്റുവാനും അതിനെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചലിപ്പിക്കുവാനും അല്ലെങ്കിൽ അതിനെ പാകപ്പെടുത്തുവാനും അള്ളാഹുവിന് കഴിയും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവർ അഗ്നിയിൽ എറിഞ്ഞപ്പോഴ് അള്ളാഹു അഗ്നിയോട് പറയുന്നത് യാനാറു കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം. ഇബ്രാഹിമിന് നീ അത് കുളിരും അതുപോലെ തന്നെ സമാധാനവുമായി നീ നിലകൊള്ളുക. അഗ്നി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലോകചരിത്രത്തിൽ നമ്മൾ അഗ്നി സംരക്ഷിച്ച ആരെയും നമ്മൾ കേട്ടിട്ടില്ല ഇബ്രാഹിം നബിനല്ലാതെ. അപ്പൊ അവിടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യനെ. അള്ളാഹു എന്താണ് അവൻ ആ ഓരോ വസ്തുവിനും അള്ളാഹു നൽകുന്ന കഴിവിനെ അതിന്റെ ആ ജീവിത രീതിയെ അള്ളാഹു എങ്ങനെ മാറ്റുന്നു എന്നും അതിന് കഴിവുള്ളവനാണ് എന്നും അങ്ങനെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നും അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇവിടെ അള്ളാഹു സംരക്ഷിച്ചു, തണുപ്പ് നൽകി. ഇതുപോലെ ഇവിടെയും അള്ളാഹുവിന് വേണ്ടി ജീവിതം നീക്കിവെച്ച, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെയും റുബൂബിയത്തിനെയും ഉയർത്തിപ്പിടിക്കുവാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ശത്രുക്കൾക്കിടയിൽ ഒരു വലിയൊരു സമൂഹത്തിനിടയിൽ ധിക്കാരിയായ അവരുടെ അധികാരിയുടെ മുമ്പിൽ സധൈര്യം അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ട ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി അന്ത്യനാൾ വരേക്കുമുള്ള സമൂഹത്തിന് പാഠമായി അള്ളാഹു ഇതിനെടുത്ത് കാണിക്കാൻ ഇവർ തന്നെ ഒരു ദൃഷ്ടാന്തമാണ്. അവരുമായി ബന്ധപ്പെട്ട ഓരോന്നും അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളും മഹാ അത്ഭുതങ്ങളുമാണ്. നമ്മളിതിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല അള്ളാഹു അവർക്ക് നിർണയിച്ചു കൊടുത്ത പാതയിൽ അവര് കാലുറച്ചു നിന്ന് അധികാരികളോട്, ധിക്കാരികളായ അധികാരി വർഗത്തോട് അവർ സംസാരിക്കുകയും അതിൽ അവസാനം അവര് ജീവിതത്തിൽ മഹാപ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹു അവരെ സംരക്ഷിക്കുന്നത് എന്നും അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നു. ഇതുപോലെ അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്ന ഓരോരുത്തർക്കിടയിലും അള്ളാഹു അവന്റെ, നമ്മൾ പറഞ്ഞു ഇപ്പൊ മൂസാ നബിയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. മൂസാ നബി പിന്നെ സമുദ്രത്തിന്റെ വടികൊണ്ടടിക്കുമ്പോൾ സമുദ്രം രണ്ടായി പിളരുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതൊരു മലയായി രണ്ട് ഭാഗത്തേക്ക് ഒരു മല പോലെ അങ്ങ് കയറി നിൽക്കുക, എന്നിട്ട് ആ സമുദ്രത്തിന്റെ ഇടയിലൂടെ വഴി അങ്ങ് ഒരുക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. എന്നാ കാണാണ് നമ്മള്. അപ്പൊ പ്രവാചകന്മാർക്ക് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹുജ്ജത്ത് പൂർണ്ണമാകുമ്പോൾ എന്താണോ അള്ളാഹുവിന്റെ ഇടപെടൽ എങ്ങനെയാണോ നടത്തുന്നത് അത് നടത്തുന്നു. അപ്പോ അമ്പിയാക്കന്മാരുടെ മാർഗത്തെ പിൻപറ്റുന്ന, അമ്പിയാക്കന്മാരുടെ മഹജ്ജത്തിനെ പൂർണ്ണമായിട്ട് പിന്തുടരുന്ന ഒരു വിശ്വാസി സമൂഹത്തിനും ഏതൊരു വിശ്വാസി സമൂഹത്തിനും അള്ളാഹുവിന്റെ മഹാനസ്റ് കൊണ്ട് അവർക്ക് സഹായം ഒരുക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല, അമ്പിയാക്കന്മാരിൽ അത് മുഅ്ജിസത്ത് എന്നുള്ളത് കൊണ്ട് അള്ളാഹു അതിനെ വ്യാഖ്യാനിക്കും. അമ്പിയാക്കന്മാരല്ലാത്തവരിൽ അള്ളാഹുവിന്റെ കറാമത്തായി നിലകൊള്ളുന്നു. അപ്പൊ കറാമത്ത് എന്ന് പറഞ്ഞാല് അത് ഈ അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ
ത്തിൽ മാത്രമേ അത് പ്രത്യക്ഷപ്പെടുകയുള്ളൂ, ഉണ്ടാവുള്ളൂ. അതന്നെ ആ വ്യക്തികൾക്ക് അറിയൊന്നുമില്ല. അതിനെങ്ങനെ പാടി പറഞ്ഞ് പുകഴ്ത്തൊന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ കറാമത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കറാമത്ത് കൊണ്ട് ഇങ്ങനെ കറാമത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ ചുറ്റുപാടുകൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്. കളവ് പറഞ്ഞ് മനുഷ്യരെ ചതിക്കുന്ന, മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു മഹാലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാ കറാമത്ത് ഒരിക്കലും ദഅവത്തിന്റെ മാർഗത്തിലല്ലാതെ ഉണ്ടാവില്ല എന്നാ പണ്ഡിതന്മാര് പറയുന്നത്. ഇത് സാധാരണക്കാരായ അമ്പിയാക്കന്മാരല്ലാത്തവർ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇശാഅത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴേ, ദഅവത്തിന് വേണ്ടി, തബ്ലീഗിന് വേണ്ടി നിലകൊള്ളുമ്പോഴേ, അമ്പിയാക്കന്മാരുടെ ആ സുന്നത്തിനെ അവലംബിച്ച്, ആ മനഹജിനെ അവലംബിച്ച് നിലകൊള്ളുമ്പോൾ, അവിടെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ഇടപെടൽ അവരിലൂടെ നടക്കുമ്പോൾ അതിനെ കറാമത്ത് എന്ന വാക്കുകൊണ്ട് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ടതിനെ മുഅ്ജിസത്ത് എന്ന വാക്കുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു. ഏതായാലും ഇവിടെ അള്ളാഹു ഇവരെ ഒരു അടയാളമായി, ഒരു പാഠമായി, നമ്മെ പോലെയുള്ള ആളുകൾക്ക് എന്നും ഒരു ആവേശമായി, മാതൃകയായി അസ്ഹാബുൽ കഹ്ഫിനെ അള്ളാഹു വെക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങളെല്ലാം ചോദിക്കാം, എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ ആകുന്നു എന്നുള്ളത്. എന്നാൽ അതുപോലെ ഇതേ ചോദ്യങ്ങൾ മറ്റൊരുത്തും നമ്മൾ ചോദിക്കണം. എന്തുകൊണ്ട് തീ ഇബ്രാഹിം നബിക്ക് അത് ശാന്തമായി, അല്ലെങ്കിൽ അത് തണുപ്പായി എന്തുകൊണ്ട് നിന്നു? അതുപോലെ തന്നെ എന്തുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ സമുദ്രം അത് മാറിക്കൊടുക്കുകയും അത് വഴിയൊരുക്കുകയും ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അവിടെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ, അള്ളാഹുവിന്റെ അളമത്തിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇബ്നു മസ്ഊദിന്റെ എല്ലാം ചില വ്യാഖ്യാനങ്ങള് പിന്നെ ഇവിടെ ഇമാം ഖുർത്തുബിയെല്ലാം ഉദ്ധരിക്കുന്നത് ഇവിടെ എന്താണ്, മേഘാവൃതമാക്കി എന്നെല്ലുമാണ്. അങ്ങനെയും ആകാം. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഇമാം ഷഅറാബി തന്നെ പറയുന്നത് പോലെ ദാലിക മിൻ ആയാത്തില്ല, അത് അള്ളാന്റെ ദൃഷ്ടാന്താണ് അള്ളാഹു അതിന്റെ ഉള്ളിൽ തന്നെ അള്ളാഹു പറഞ്ഞു വെക്കണു. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. അത് അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത അള്ളാഹുവിന് ദാനമാണ്. കാരണം ഇവിടെ പ്രാർത്ഥന ഉണ്ട്. എന്താണ് പ്രാർത്ഥന? പടച്ചോനെ ഇങ്ങനെയാണ് നമ്മൾ ഇവരുടെ ആമുഖത്തിൽ ഇവരുടെ ഒരു പ്രാർത്ഥന, റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ഇതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രാർത്ഥന. ഗുഹാമുഖത്ത് പ്രവേശിക്കുമ്പോൾ അവർ നടത്തുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നടത്തേണ്ട പ്രാർത്ഥനയാണ്. എല്ലാം അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്ന, തവക്കുൽ ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറും. തവക്കുൽ ഇല്ലാത്തൊരു സമൂഹമാണ് നമ്മൾ. എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് രോഗത്തെയാണ് അസ്ഹാബുൽ കഹ്ഫ് ചെയ്യുന്നത്. അമ്പിയാക്കന്മാരാണ് തവക്കുലിന്റെ മൂർത്തമായ ഭാവത്തെ അവതരിപ്പിച്ചത്. അമ്പിയാക്കന്മാരാണ്. അതുകൊണ്ടാണ് അവർ എപ്പോഴും സമൂഹത്തോട് ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, ഫതവക്കലു ഇൻ കുൻതും മുതവക്കിലീൻ എന്ന് പറഞ്ഞിട്ട് അമ്പിയാക്കന്മാർ പഠിപ്പിക്കും. അതിനുശേഷം കർമ്മം കൊണ്ട് ഒരു സാധാ സമൂഹം അഗാധമായി അള്ളാഹുവിൽ വരമേൽപ്പിച്ചൊരു സമൂഹമാണ് അസ്ഹാബുൽ കഹ്ഫ്. ആ വരമേൽപ്പിക്കൽ ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു സങ്കര സമൂഹമായതുകൊണ്ട് ഷിർക്ക് സംഭവിക്കുന്നത് എന്നല്ലേ നമ്മൾ പറഞ്ഞു. അള്ളാഹിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട്, അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട്, അള്ളാഹുവിന്റെ ഇടപെടൽ അറിയാത്തത് കൊണ്ട്, അള്ളാഹു എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ആ സൃഷ്ടിപ്പിൽ അള്ളാഹു എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, അവന്റെ തഖ്ദീറും തദ്ബീറും ഖളാ എല്ലാം അതിന്റെ ഉള്ളിലൂടെ നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മെ പോലെയുള്ള ഒരു സമൂഹത്തിൽ ഷിർക്ക് സംഭവിക്കുന്നത്, ഏറിയും കുറഞ്ഞും വലുതും ചെറുതുമായ ഷിർക്കല് സംഭവിക്കുന്നത് ഈ തവക്കുൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ അവരുടെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം കൂടിയാണ് ആ റഹ്മത്തിന്റെ ആ വിശാലമായ ഒരു അർത്ഥതലത്തെ, വിശാലമായ ഒരു അവസ്ഥാന്തരീക്ഷത്തെ അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഉറങ്ങാൻ എന്ത് വേണം? രാത്രി വരണം അല്ലേ? അല്ലെങ്കിൽ ഇരുട്ടുണ്ടായിരിക്കണം. രാത്രി എന്തിനുള്ളതാണെന്ന് അള്ളാഹു പറഞ്ഞത്? നിങ്ങൾക്ക് ശാന്തമായി ഉറങ്ങാനുള്ളതാണ് എന്ന്. അപ്പോ നല്ല പ്രകാശമുള്ളിടത്തൊരു മനുഷ്യന് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റൂല. അപ്പോ ഓലാ ചോദിച്ച പ്രാർത്ഥനക്ക് കൊടുക്കുന്ന അള്ളാഹിന്റെ ഉത്തരം നോക്കിക്കാണ് നിങ്ങൾ. എങ്ങനെയാണ് അള്ളാഹ്ക്ക് വേണ്ടി നിലകൊണ്ട ആ സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണ് താലോലിക്കുന്നത്, എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നത്, അവരുടെ ഓരോന്നിലും എത്രമാത്രം സൂക്ഷ്മതയാണ് പ്രപഞ്ചനാഥനായ തമ്പുരാൻ പുലർത്തുകയും അത് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ആ ഒരു ഭാവത്തെ എങ്ങനെയാണ് നിങ്ങൾ കാരുണ്യം കൊണ്ട് അവരെ പൊതിയുന്നത് എന്ന അള്ളാഹുവിന്റെ ആ മൂർത്തമായ ഭാവത്തെ അള്ളാഹു ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവർക്ക് ഉറക്കിൽ
ഒരു അസ്വസ്ഥതയും ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ അള്ളാഹു ആ വെളിച്ചത്തെ, ചൂടിനെ, പ്രകാശത്തെ അള്ളാഹു എന്താക്കണം, ആ ഗുഹാമുഖത്ത് നിന്ന് മാറ്റി അവരുടെ വലതുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോ ഉറക്കിന് വിഘ്നം സംഭവിക്കാതിരിക്കാനുള്ള അള്ളാഹുടെ ഇടപെടലാണ്. കാരണം അത് അവരുടെ പ്രാർത്ഥനയുടെ ഒരു അവർക്ക് നൽകിയ ഒരു ഉത്തരം കൂടിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എന്താണ് അവര് മിർഫക്കിനെ ചോദിക്കുന്നു, ജീവിത മാർഗത്തെ. മനുഷ്യരാണ്, അവരിറങ്ങി പുറപ്പെടുമ്പോ കയ്യിലൊന്നില്ലാത്തത് കൊണ്ട് അവർക്ക് എങ്ങനെ അവർക്ക് ഭക്ഷണം നൽകുവാനും അതിനാവശ്യമായ അവരുടെ ജീവിതത്തെ നിലനിർത്താൻ ആവശ്യമായ ഉപാധികൾ നൽകുവാനും അള്ളാഹു ചോദിക്കുകയാണ്. എന്നാൽ ഇവിടെ അള്ളാഹു അതിനെല്ലാം തന്നെ അള്ളാഹു ഉറക്കിക്കിടത്തിക്കൊണ്ട് പിന്നെ അവരുടെ ശരീരത്തിൽ അള്ളാഹു തന്നെ വരുത്തുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അള്ളാഹു ശാന്തമായി ഉറക്കിക്കൊണ്ട് അവർക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ, അതിന് ആവശ്യമില്ലാത്ത രൂപത്തിൽ അള്ളാഹു അവന്റെ കാരുണ്യത്തെ, അവന്റെ റഹ്മത്തിനെ അവർക്ക് മുകളിൽ എല്ലാ അർത്ഥത്തിലും വിശാലമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ ഈ ആയത്തിലെ ഒരു ചെറിയ ഒരു വിശദീകരണവും ഒരു വ്യാഖ്യാനവും ഇതാണ്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കറാമത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, കറാമത്ത് കറാമത്ത് താരതമ്യം ചെയ്ത് പറഞ്ഞല്ലോ. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും എല്ലാവർക്കും അത് ദഅവത്തിന്റെ സന്ദർഭത്തിൽ മാത്രമേ അത് പ്രകടാവുള്ളൂ എന്ന് കൂടി പറഞ്ഞു. അതല്ലാത്തൊരു ഘട്ടത്തിലും കറാമത്ത് പ്രകടാവില്ല എന്ന് പറഞ്ഞു. അപ്പോ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ? ആ രീതിയിൽ ദഅവത്തിന്റെ ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ? അങ്ങനെ നല്ല പണ്ഡിതന്മാരും അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ സൂറത്ത്, അതിൽ പരാമർശിച്ചു കൊണ്ടിരിക്കുന്ന അസ്ഹാബുൽ കഹ്ഫ് എന്ന ആളുകൾ ഇവരിലും ദഅവത്തിന്റെ മാർഗത്തിലാണല്ലോ ഉള്ളത്. അല്ലാതെ ഒരാള് ശറഈയായ ഒന്നും പാലിക്കണില്ല, എന്നിട്ട് പിന്നെ അയാൾ കറാമത്തുണ്ട് എന്ന് പറയാ. ഇതിൽ എനിക്കറിയില്ല എന്താ സംഭവങ്ങളൊന്നും എനിക്കറിയില്ല. നിങ്ങൾ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, നിങ്ങള് നിരന്തരം ഭയങ്കര വലിയ കറാമത്തിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കല്ലേ. ഷാറാബി ഇതിനെ വിശദീകരിക്കുന്നോണ്ട് കേട്ടോ കേട്ടോ. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ തന്നെ അതിന് നൽകിയ ഒന്നിനെ അള്ളാഹു അതിൽ നടപ്പാക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അതിനെ അള്ളാഹു എടുത്തു മാറ്റുകയും ചെയ്യും. അപ്പോ നമ്മളിത് തുടക്കത്തിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ബേസിക് ആയ ചില സംഗതികളാണ്, കാര്യങ്ങൾ ബോധ്യപ്പെടുക. ഒന്ന്, അമ്പിയാക്കന്മാര് അള്ളാഹു ഉണ്ട് എന്ന് പറയാൻ വേണ്ടി വന്നതല്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അത് മനുഷ്യന്റെ ഫിത്രിയായ ബോധമാണ് എന്ന് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പിയാക്കന്മാർ എന്തിനാ ഭൂമിയിൽ വരുന്നത്? അമ്പിയാക്കന്മാര് അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹുവിന്റെ മഹാകഴിവുകളെ, അവന്റെ ഖുദ്റത്തിനെ, അവന്റെ തദ്ബീറിനെല്ലാം ബോധ്യപ്പെടുത്താനാണ് അമ്പിയാക്കന്മാര് വരുന്നത്. അത് ബോധ്യപ്പെടുമ്പോഴാണ് പൂർണ്ണമായിട്ട് ആ നാഥനിൽ, ആ ശക്തിയിൽ മനുഷ്യന് പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും അവനിൽ പൂർണ്ണമായിട്ട് എല്ലാം അവന് ഭരമേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ബോധം മനുഷ്യനിൽ ഉണ്ടായിത്തീരുന്നത് അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടുമ്പോഴാണ്. അതാണ് പിന്നെ ഇമാം ഷറാബി തന്നെ സൂറത്ത് ആലി ഇംറാനില് പിന്നെ മറിയം ബീവിന്റെ അടുക്കലുണ്ടല്ലോ, മറിയം ബീവിന്റെ അടുക്കല് പിന്നെ സക്കരിയ നബി ചെല്ലുന്ന സമയത്ത് വളരെ ഫ്രഷ് ഫ്രൂട്ട്സ് ഇങ്ങനെ കാണുക. ആ നാട്ടിലില്ലാത്ത ഫ്രൂട്ട്സ് എല്ലാം ആണ് കാണുന്നത്. അപ്പൊ അന്നാലേക്ക് ഹാദ കാലത്ത് എന്തില്ല എന്ന് പറയാണ്. അപ്പൊ ആ സമയത്ത് പിന്നെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് ബോധ്യപ്പെടുന്ന അള്ളാഹുവിന്റെ ആ ചിലതുണ്ട് കാണുമ്പോഴുള്ള ബോധ്യപ്പെടലുണ്ടല്ലോ. അപ്പോ ഈ നാട്ടിലില്ലാത്ത, ഞാൻ കഴിക്കാത്ത ഇത്തരം ഒരു മഹാ ഫ്രൂട്ട്സ് അള്ളാഹു പിന്നെ എന്റെ മകൾക്ക് നൽകാൻ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നെ അദ്ദേഹം വളർത്തുന്ന മറിയം ബീവിക്ക്
നൽകാൻ കഴിവിട്ടവനെങ്കിൽ എനിക്ക് എന്തുകൊണ്ടൊരു മകനെ നൽകിക്കൂടാ എന്ന തിരിച്ചറിവ് പെട്ടെന്ന് ഉണ്ടാകുകയാണ്. അളത്ത് അതിന്റെ ഗാംഭീര്യത ബോധ്യപ്പെടുകയാണ് അവിടെ. അപ്പോഴാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, റബ്ബി ഹബിലി മില്ലതും കദുർറിയ്യത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുക. പെടുന്ന അദ്ദേഹത്തിന് ചെറിയൊരു ഒരു ചെറിയൊരു ചാഞ്ചാട്ടം അവിടെ സംഭവിക്കണം. എന്താണത്? മലായിക്കത്ത് പറയാണ്, അള്ളാഹു അനക്ക് യഹിയ എന്ന് പറയുന്ന പ്രസവിക്കുന്നതിന് മുമ്പേ അള്ളാഹു നാമകരണം ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞിന്റെ നാമം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ വൃദ്ധനായല്ലോ, എന്റെ ഭാര്യ വൃദ്ധയാണല്ലോ, പിന്നെ എങ്ങനെ ഉണ്ടാകുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചെറിയൊരു സംഭവം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുത്തു എന്നാണ് ഇമാം ഷാറാവി പറഞ്ഞത്. അന്യ ഭാഷ കൊണ്ട് മാത്രം 3 ദിവസം അദ്ദേഹം ഒരു ഭാഗത്ത് ഇരുന്നു, സംസാരിക്കാൻ കഴിയാതിരുന്ന. അപ്പോ അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടുന്നിടത്ത് മനുഷ്യനെ അള്ളാഹുവിൽ രൂഢമൂലമായിട്ട് വിശ്വസിക്കാൻ പറ്റും. അത് ബോധ്യപ്പെടുന്നില്ലേ, നമ്മളെ ജീവിതത്തിൽ താളപ്പിഴവുകൾ ഇങ്ങനെ സംഭവിച്ചു. ഇതില് ഇപ്പൊ കറാമത്തും മോചിതത്വം അല്ലേ? മോചിതത്വം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രവാചകന്മാർക്കൊക്കെ മോചിതത്വം ഉണ്ടായിട്ടുണ്ട്. മിക്ക പ്രവാചകന്മാർക്കും അത് ദാവത്തിന്റെ രംഗത്ത് തന്നെയാണ്. അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടുത്താനും തൗഹീദിലേക്ക് ജനങ്ങളെ മടക്കാനായിരുന്നല്ലോ. ശരിക്കും ഇന്നിപ്പോ കറാമത്ത് എന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ വിശ്വസിയൊക്കെ പറഞ്ഞാൽ തന്നെ കറാമത്ത് വലിയ ചർച്ച നിങ്ങൾ പറഞ്ഞാൽ തന്നെ സമൂഹത്തിൽ അതാണ് ഏറ്റവും ഒരു വിഭാഗം നടത്തുന്നത്. കറാമത്ത് വേറൊന്നുമില്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തില് കറാമത്ത് ഈ ദാവത്തിന്റെ മാർഗത്തിലേ ഉള്ളൂ മൊത്ത സമൂഹത്തിന് എന്നുള്ള ഒരു ബോധ്യം സമൂഹത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പൊ അത് ദാവത്ത് രംഗത്താണ് പ്രവാചകന്മാർ. ഇപ്പൊ മൂസാ നബിക്ക് വടിയിട്ട പാമ്പ ഓരോ ഈസാ നബിയെ മരിച്ച് ജീവിപ്പിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ ബോധ്യപ്പെടുത്താനായിരുന്നല്ലോ. അത് മൂസാ നബീന് ഹാറൂൻ നബിക്ക് ഉണ്ടായിട്ടില്ല. അത് എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് പ്രവാചകന്മാരിൽ മാത്രം ഉണ്ടായി. ഇന്നത്തെ കറാമത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ തന്നെയല്ലേ കറാമത്ത്. അപ്പൊ ആ കറാമത്തിന് വലിയൊരു കറാമത്ത് ഇല്ലല്ലോ. അപ്പൊ അത് ബോധ്യപ്പെടുത്തേണ്ടുന്ന സംഗതി കൂടി ഉണ്ട് അഡീഷണൽ ആയിട്ട് പറയാം. മനുഷ്യർക്ക് തിരിയേണ്ടതുണ്ട്. നമ്മൾ ഈ ചർച്ചയുടെ ഒരു ആമുഖമായിട്ട് നടത്തിയോട്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു ബേസിക് നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഈ ചർച്ചയെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്നെല്ലാം ഉള്ളതിന് വേണ്ടി ഒരു ഉസൂല് നമ്മളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ അമ്പിയാക്കന്മാർക്കും അള്ളാഹു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. അതൊന്നും തന്നെ അവരുടെ മൻഹജായിരുന്നില്ല. ആ മൻഹജിന് പുറമേ ആയിരുന്നു അവർക്ക് അള്ളാഹു അമാനുഷിക കഴിവുകൾ നൽകിയത്. അപ്പൊ മൂസാ നബിക്ക് അള്ളാഹു മൻഹജിനെ നൽകി. ആ മൻഹജ് എന്താണ്? അത് തൗറാത്താണ്. ആ തൗറാത്തിനെ അള്ളാഹു എന്താക്കിയിട്ടില്ല, മുഅ്ജിസത്താക്കിയിട്ടില്ല. എന്നാൽ ആ മൂസാ നബിക്ക് പ്രകടമായ കഴിവുകൾ നൽകിക്കൊണ്ട് അതിനപ്പുറമാണ് അള്ളാഹു മുഅ്ജിസത്ത് നൽകിയത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു മൻഹജ് നൽകി. ആ മൻഹജാണ് ഇഞ്ചീല്. ആ ഇഞ്ചീലിന് അള്ളാഹു എന്താക്കിയിട്ടില്ല, മുഅ്ജിസത്താക്കിയിട്ടില്ല. എന്നാൽ അതിനപ്പുറം ചില മൂസാ നബിക്ക് നൽകിയതുപോലെയുള്ള ചില പ്രകടമായ കഴിവുകൾ നൽകിക്കൊണ്ട് ആ കഴിവിനെ അടിസ്ഥാനമാക്കി അദ്ദേഹം തന്റെ നുബുവത്തിനെ അവതരിപ്പിക്കുകയും അള്ളാഹുവിന്റെ അളമത്തിനെയും കുദറത്തിനെയും അതിലൂടെ മനുഷ്യ കുടുംബത്തിൽ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ പുതിയ ലോകത്ത് മൂസാ നബിന്റെ വടിയോ അല്ലെങ്കിൽ ഈസാ നബിന്റെ മറ്റു കഴിവുകളോ അല്ല അടിസ്ഥാനം. അത് ചിന്തയാണ്. മനുഷ്യർ ചിന്തിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ലോകമാണ് മുഹമ്മദ് റസൂലുള്ളാന്റെ ലോകം. മുഹമ്മദ് റസൂലുള്ള അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തോട് സംസാരിക്കുകയും അവർക്കിടയിൽ ഇടപെടുകയും ചെയ്യുന്ന മഹാപ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ള. വഹ്യ് കൊണ്ടും തന്റെ വചനങ്ങൾ എല്ലാ ജനപദത്തോടൊപ്പം സഞ്ചരിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ള. ആ മുഹമ്മദ് റസൂലുള്ളാക്ക് മൂസാ നബിക്ക് വടി കൊടുത്തതുപോലെ വടി കൊടുത്താൽ പറ്റൂല. ഈസാ നബിക്ക് കൊടുത്ത ചില കഴിവുകളെ പോലെയുള്ള ചില കഴിവുകൾ കൊടുത്താൽ പറ്റൂല. അത് അവരുടെ ചിന്തയെ അതിജയിക്കുന്ന മഹാസംവിധാനം തന്നെയായിരിക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മൻഹജിനെ തന്നെ, നഫ്സുൽ മൻഹജിനെ തന്നെ മുഅ്ജിസത്താക്കി എന്നാണ് ഇമാം ഷഅറാവി റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിനെ വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മളെ കയ്യിലുള്ള ഒരു മഹാമുഅ്ജിസത്ത് ഉണ്ട്. ഈ മുഅ്ജിസത്തിനെ നമ്മള് ക്രിയാത്മകമായി പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പള്ളികൾക്കുള്ളിൽ സ്വലാത്തിന്റെ സമയത്ത് പാരായണം ചെയ്യുന്ന, അത് തന്നെ അർത്ഥറിയാത്ത ജടിലമായ പാരായണം ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി. അങ്ങനെ വന്നപ്പോൾ ഇതിന്റെ മൂല്യത്തെ ബോധ്യപ്പെടാതെ വന്നപ്പോൾ ഇതെങ്ങനെയാണ് മനുഷ്യരോട് സംവദിക്കുന്നത്, അള്ളാഹു തന്റെ ദാസന്മാരോട് അടിമകളോട് എങ്ങനെയാണ് അവൻ നേരിട്ട് സംവദിക്കുന്നത്, അങ്ങനെ തിരിച്ചറിയാതെ പോയപ്പോൾ നമ്മൾ ഇതിനെല്ലാം തന്നെ നമ്മളുടെ ജീവിത ഉപാധിയാക്കി മാറ്റി.
കുറച്ച് ആൾക്കാർ ഇതിനങ്ങ് മറന്നും ചെയ്തു, കുറച്ച് ആൾക്കാർ ഇതിനങ്ങനെ വിറ്റ് കാശാക്കുകയാണ്, ചില ആൾക്കാർ ഇതിനങ്ങ് മറന്നിട്ട് അവർക്ക് തൊള്ളെ തോന്നിയത് മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യഥാർത്ഥ മുഅ്ജിസത്തിനെ നമ്മളെല്ലാവരും അങ്ങ് മറച്ചു പിടിക്കുകയും അതിന്റെ എല്ലാ മൂല്യത്തെയും അതിന്റെ എല്ലാ വിശുദ്ധിയെയും അതിന്റെ എല്ലാ മഹത്വത്തെയും നമ്മൾ കൊന്നുകളയുകയും ചെയ്തു. ഇതാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അപ്പൊ അള്ളാഹുലേക്ക് മടങ്ങണം, അള്ളാഹുവിന്റെ വഹീനെ ചേർത്ത് പിടിക്കുകയും അത് മനുഷ്യ കുടുംബത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് മനുഷ്യരോട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. അള്ളാഹു മനുഷ്യന് ഹിദായത്തിന് 3 വഴികളാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞു. ഒന്ന് പ്രപഞ്ചമാണ്, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കണം. അവലം യൻദുറൂ ഫീ മലകൂതി സമാവാതി വൽ അർദി, ആകാശഭൂമിയുടെ അഗാധതയിൽ ചിന്തിക്കുന്നില്ലേ? നമ്മള് ഇപ്പൊ സൂറത്ത് മുൽക്കിനെ കുറിച്ച് പറയുന്നു. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ നോക്കൂ, നിങ്ങൾ എന്ത് ന്യൂനതയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് മനുഷ്യനോട്. അഗാധമായി ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് മുഖല്ലിദിന്റെ ഈമാൻ ശരിയാവൂല, അതല്ല അവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ചിന്ത കൊണ്ട് ഈ പ്രപഞ്ചത്തെ നിങ്ങൾ വായിക്കൂ. അതിനാണ് അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധി നൽകിയിട്ടുള്ളത്. പക്ഷെ ഭൂരിപക്ഷ ആൾക്കാരും വായിക്കൂല. അവനിതെല്ലാം പഴഞ്ചനായി മാറിയിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ 4ഉം 5ഉം എല്ലാം വയസ്സാകുന്ന സമയത്ത് നമ്മളെ ഉമ്മാന്റെ കൈവിരൽ പിടിച്ച് അല്ലെങ്കിൽ ഉപ്പാന്റെ വിരൽ പിടിച്ച് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഓരോന്നിനെയും കുറിച്ച് ചോദിച്ചു. എന്തുകൊണ്ട്? നമുക്കത് അത്ഭുതമായിരുന്നു. ഇപ്പൊ നമുക്ക് അത്ഭുതമല്ല, അതെല്ലാം തന്നെ നമുക്ക് പഴഞ്ചനായി മാറുകയും നമ്മുടെ മുമ്പിലുള്ള ഈ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഒന്നും നമുക്ക് ഒരു മഹാ അത്ഭുതം. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ചോദിക്കുന്നില്ല. അപ്പൊ മനുഷ്യരിൽ അപൂർവം ആളുകള് അവരെ മുമ്പിൽ കാണുന്ന ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതിന്റെ ഉള്ളിലുള്ള ആ മഹാ അത്ഭുതങ്ങളെ കുറിച്ച് അവർ വായിക്കുകയും അവർ പഠിക്കുകയും ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യാണ്. അത് മതിട്ടോ, കുറച്ചാൾക്കാർ മതി, അത് വേറെ വിഷയം. അത് രാമനോ മുഹമ്മദോ ജോർജോ ആരെങ്കിലും ആയാൽ മതി. അത് പിന്നെ അറബി പേരുള്ള തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല. അള്ളാന്റെ അടിമയായാൽ മതി. പക്ഷെ നമ്മളൊന്നും ചെയ്യണം. നമ്മള് അറബി പേരില്ലാത്ത ഒരാൾ കണ്ടു കഴിഞ്ഞാല് ഞങ്ങളെ ഖുർആനിലുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി നിൽക്കരുത്. ഞങ്ങളെ ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഭവമല്ല അത്. പിന്നെ അറബി പേരില്ലാത്ത ഒരാൾ, പിന്നെ അറബി പേരില്ലാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് കൂടി ബാധകമായ ഒന്നാണ്. അവർക്ക് കൂടി നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും ഓരോ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അവന്റെ ചിന്തയെ അത് മുബിസ്സുറത്താണ്. അത് ഓരോ മനുഷ്യനും വെളിച്ചം നൽകുന്നുണ്ട്. അവന്റെ വെളിച്ചം നൽകുമ്പോഴാണ് നമ്മൾ ചില പിന്നെ കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാകുക. എല്ലാ മനുഷ്യർക്കും നൽകുന്നുണ്ട്. അത് അള്ളാന്റെ ഒരു ദാസൻ പിന്നെ അവന് ലഭിച്ച വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ കണ്ടെത്തിയത് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അത് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളുടെ വ്യാഖ്യാനമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇവിടെ ഒന്നും നിർമ്മിക്കണമെന്നില്ല. അള്ളാഹു അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുവാൻ അവന്റെ മുമ്പിൽ വെച്ചു കൊടുത്ത ഒന്നിനെ വിശദീകരിക്കുക മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ മക്കള് നമ്മളെ വിജ്ഞാനത്തെ 2ആയി പാതിക്കരുത് എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. വിജ്ഞാനത്തെ 2ആയി പാതിക്കാൻ മതം ഭൗതികം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹം അള്ളാഹുവിൽ നിന്ന്, അതുപോലെ അടിസ്ഥാന വിജ്ഞാന സ്രോതസ്സിൽ നിന്ന് അവർ വഴിതെറ്റിപ്പോവും. എന്നതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു സമൂഹത്തിലും ഇല്ലാത്ത പ്രയോഗങ്ങളാണ് ഈ ഉമ്മത്ത് നടത്തിയത്. മതം ഭൗതികം. എന്താണ് ഈ മതം എന്ന് പറഞ്ഞാൽ? ഒരു അർത്ഥശൂന്യമായ വാക്കുകൊണ്ട് അള്ളാഹു വഹീന്റെ പ്രയോഗത്തെ, അദ്ദീൻ എന്ന പ്രയോഗത്തെ ശൂന്യമായ വാക്കുകൊണ്ട് വിശദീകരിച്ചു. മതം എന്ന വാക്കുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ വ്യാഖ്യാനിച്ചു. ഇൽമിന്റെയും സ്രോതസ്സാണ് വഹീ. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ വെച്ചു. അപ്പൊ ഈ ഒരു കുട്ടി സയൻസ് പഠിക്കുമ്പോൾ, ഫിസിക്സ് പഠിക്കുമ്പോൾ, ബയോളജി പഠിക്കുമ്പോൾ, എന്ത് പഠിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെല്ലണം. ആ കുട്ടിയോട് ചെല്ലുന്ന് പറയണം. അള്ളാന്റെ നാമത്തിൽ വായിക്കണമെന്ന് പറയണം. പക്ഷെ നമുക്ക് മനസ്സിലായില്ല. അപ്പൊ നമ്മള് ഖുർആന് മാത്രം എടുത്തേക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലും. ഒരു ഉരുളെടുത്ത് വായിലേക്ക് വെക്കുമ്പോ ബിസ്മില്ലാ എന്ന് ചൊല്ലും. ഒരു വെള്ളമെടുത്ത് പിന്നെ ചുണ്ടിൽ വെക്കുമ്പോ ബിസ്മില്ലാ എന്ന് ചൊല്ലും. അതല്ല, അങ്ങനെ ബിസ്മില്ലാ എന്ന് ചെല്ലണം എന്നല്ല അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇമാം ഷാറാവി പറഞ്ഞത്, നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, ഈ പ്രപഞ്ചത്തെ വായിക്കൂ എന്നാണ് പറഞ്ഞത്. കാരണം പ്രപഞ്ചമാണ് ഒന്നാമത്തെ അടയാളം. പിന്നെ നിങ്ങളിലേക്ക് നോക്കൂ, നിങ്ങളെ വായിക്കൂ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. അഗാധമായ ചിന്തയിലും തുടങ്ങുകയാണ്. നമ്മൾ ഇതെല്ലാം ആമുഖത്തിൽ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ നിൽക്കുവാണെങ്കിൽ മുഷ്പ് ഉണ്ടാവുന്നുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ അതിന്റെ ഉസൂലിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങി വരാത്ത അല്ലെ? എല്ലാ അമ്പിയാക്കന്മാർക്കും അള്ളാഹു പിന്നെ യാ ഖൗമി അബ്ദുല്ലാ എന്ന് പറഞ്ഞ് വഹീ തുടങ്ങിയപ്പോഴേ
മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മാത്രമാണ് ആ വഹീന്റെ തുടക്കത്തിലെ പ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അതെന്തുകൊണ്ടാണ്? അതാണ് ഈ വേദത്തെ തന്നെ മുഅ്ജിസത്താക്കി അള്ളാഹു മാറ്റി. അഗാധമായ ചിന്ത, പഠനം, ഗവേഷണം ഇതെല്ലാമാണ്. അപ്പോ ഒന്ന് പ്രപഞ്ചമാണ്, രണ്ടാമത് മനുഷ്യൻ തന്നെയാണ്. അപ്പൊ നമ്മളെ ചിന്തിക്കാനും സമയമില്ല, നമ്മളെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സമയമല്ല. നമ്മളെ വയറാണ് പ്രശ്നം, നമ്മുടെ ഭൗതികമായ സുഖ സൗകര്യങ്ങളാണ് നമ്മുടെ പ്രശ്നം, നമ്മുടെ വീട്, നമ്മളെ സൗഭാഗ്യങ്ങള്, നമ്മുടെ സന്തോഷങ്ങള്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ രാവും പകലും ഇങ്ങനെ ഓടുകയാണ്. മൂന്നാമത്തത് ഈ രണ്ട് കാര്യങ്ങളെ വഹ്യ് കൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുകയാണ്. അമ്പിയാക്കന്മാരെ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ കാരുണ്യമായി, മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ മഹാദയാവായ്പയായി അമ്പിയാക്കന്മാരെ കൊണ്ടുവരികയും അങ്ങനെ അമ്പിയാക്കന്മാരിലൂടെ ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും ആ വഹ്യിലൂടെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അതാണ് വഹ്യിൽ ഇതെല്ലാം തന്നെ ഉൾച്ചേർന്ന് നിൽക്കുന്നത്. ഈ പ്രപഞ്ചവും മനുഷ്യനും, മനുഷ്യന്റെ സൃഷ്ടിപ്പും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പും അതിലെ അത്ഭുതങ്ങളും എല്ലാം തന്നെ വഹ്യിന്റെ ഉള്ളിൽ സജീവമായി നിൽക്കുന്നതും അത് സജീവമായി മനുഷ്യന്റെ മുമ്പിൽ നിരന്തരം ഇട്ടുകൊടുത്തുകൊണ്ട് അവനെ കേൾപ്പിച്ചുകൊണ്ട് അവനെ ജീവസുറ്റതാക്കുന്നതും അവന്റെ ചിന്തയെ കുളിർമയുള്ളതാക്കുന്നതെല്ലാം വഹിയാണ്. അതുകൊണ്ട് വഹിയെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ചിന്ത ഒന്നിങ്ങനെ ഉണർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ വഹി വെച്ചുകൊണ്ട് സംസാരിക്കുകയാണല്ലോ. ഏതെല്ലാം ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ ആവൂല ഈ കേൾക്കുന്ന ആളുകൾ. ഇത് എന്നിൽ 10 100 ആളുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ ചർച്ചകൾ കേൾക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മളെ ചിന്ത വളരെ ശുഷ്കിച്ചതായിരിക്കും. വളരെ ചെറിയ ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു അറിവിൽ നിന്നാണ്. പക്ഷെ ഈ കേൾക്കുന്ന ആളുകൾക്കോ 10, 20, 100 ആളുകളിൽ നിന്ന് കേട്ട് അവരുടെ ചിന്താമണ്ഡലം അതിപ്രവിശാലമായിരിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്നത് പോലല്ല ഈ കേൾക്കുന്ന ആളുകൾ. നമ്മളിപ്പോ ഈ ഒരു ആയത്തിനെ നമ്മൾ 17ാമത്തെ ആയത്തിനെ നമ്മൾ വിശദീകരിച്ചു. ഈ ആയത്ത് ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കൂല ഇത് പറയുമ്പോഴും ഈ കേൾക്കുന്ന ആളുകളുടെ ചിന്തയിലുണ്ടായിരിക്കുന്നത്. അവരതിനേക്കാളും അപ്പുറമുള്ള ഒരു വിശാലമായ ഒരു അർത്ഥതലങ്ങൾ കേട്ടിരിക്കും. അപ്പൊ വഹിയെ നിരന്തരം കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത വിശാലമായിക്കൊണ്ടേയിരിക്കും. വഹിയാണ് അടിസ്ഥാനം. ആ വഹിയിലൂടെ നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ അള്ളാഹു ചെയ്യുന്നത്. അതിനെ മുഅ്ജിസത്തായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. ഈ വേദത്തെ അത് വെറുതെ ഇങ്ങനെ ഓതാനുള്ളത് മാത്രമല്ല. അപ്പൊ അങ്ങനെ നല്ല വായന നടത്തണം പ്രപഞ്ചത്തിലേക്ക്, മനുഷ്യനിലേക്ക്. അതിനെ അള്ളാഹു നിരന്തരമുള്ള അള്ളാഹുവിന്റെ പ്രോത്സാഹനത്തെ അഫലാത്ത് ഖിലൂൻ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുകയാണ്. അഫലാത്ത് ഖിലൂ, നിങ്ങൾ ചിന്തിക്കണില്ലേ? അഫലായ തദബ്ബറൂൻ, നിങ്ങൾ ഗഹനമായി പഠിക്കുന്നില്ലേ? അഫലാ തദക്കറൂൻ, നിങ്ങൾ അഗാധമായി ചിന്തിച്ച് പഠിക്കണില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് നമ്മളെ ചിന്തയെ അള്ളാഹു ഇങ്ങനെ ഉദ്ദീപിക്കുകയാണ്. പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ്, അള്ളാന്റെ മഹാദൃഷ്ടാന്തങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. അതിന്റെ അടിസ്ഥാന സ്രോതസ് ഈ വഹിയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വഹിയത്തൻ അള്ളാഹു മുഅ്ജിസത്താക്കി നൽകിയത്. നമുക്കെല്ലാം ബസീറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കാണുന്ന ലോകമല്ല ഈ ലോകം. ഇത് നമുക്ക് അള്ളാഹു ക്രിയാത്മകമായ നമ്മുടെ ജീവിത നിർമ്മിതിക്ക് ആവശ്യമായ പരിമിതിയും നിർണയിച്ചുകൊണ്ടാണ് അള്ളാഹു നമ്മളെ കാഴ്ചക്കും നമ്മുടെ കേൾവിക്കല്ലും അള്ളാഹു അതിന്റെ കാഴ്ച അളവിന് അള്ളാഹു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കേൾവിയുടെ അളവിന് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറമുള്ള സാധനത്തെ മനുഷ്യന് കാണാൻ പറ്റും. അത് സംവിധാനങ്ങൾ പുതിയ ലോകത്തുണ്ടല്ലോ. ആ സംവിധാനത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ നാളെ സൂര്യഗ്രഹണം ഉണ്ടാവും പോലും പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത്. ചന്ദ്രഗ്രഹണം ഉണ്ടാവും എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മള് നാളെ ചന്ദ്രഗ്രഹണം ഉണ്ടാവട്ടോ, നിങ്ങള് നാളെ ഇത്ര സമയം മുതൽ ഇക്കാരെന്ന് പറയാണ്, കണിശമായിട്ട് പറയാണ്. അപ്പൊ ഗൈബ് എന്ന് പറയുന്നത് അതിനെ ശരിക്കും പഠിക്കണത്. അത് ഗൈബ് എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടെത്തുന്ന ഒന്നല്ല എന്നാണ് ഇമാം ഷഅറാവി പറഞ്ഞു വെക്കുന്നത്. അത് കാണിച്ചു കൊടുക്കുന്ന ഗൈബ് എന്ന് പറയുന്നതല്ല, അമ്പിയാക്കന്മാര് പറഞ്ഞതാണ് ഗൈബ്. അത് മനുഷ്യന് അങ്ങോട്ട് എത്താൻ പറ്റൂല. അത് അമ്പിയാക്കന്മാര് മാത്രം വന്ന് പറയേണ്ട സാധനമാണ്. നിങ്ങൾ മരണശേഷം എന്ത് സംഭവിക്കണോ, അത് സ്വർഗമുണ്ടോ നരകമുണ്ടോ, അതെല്ലാം അവരെ കൊണ്ടുവന്ന് അള്ളാഹു കാണിക്കും. ഒമാഖാൻ അള്ളാഹു യുത്ലിഅക്കും അലൽ ഗൈബി, അതാണ് ഗൈബ് എന്ന് പറഞ്ഞാൽ. അതാണെന്നാ ഒമാഖാൻ അള്ളാഹു യുത്ലിഅക്കും അലൽ ഗൈബി വലാകിന്നല്ലാഹു യജ്തബി മിർ റുസുലിഹി മൻ യശാ. ആ ഗൈബ് കാണാൻ വേണ്ടി അള്ളാഹു അമ്പിയാക്കന്മാരിൽ ചിലർ അള്ളാഹു കൊണ്ടുവരുന്ന. അതിനാൽ ഫആമിനു ബില്ലാഹി വറുസുലിഹി, നിങ്ങൾ വിശ്വാസം അർപ്പിക്കേണ്ടത് ഈ പ്രവാചകന്മാരിലാണ്. ഫആമിനു ബില്ലാഹി വറുസുലിഹി, അള്ളാഹുവിലും ഈ പ്രവാചകന്മാരിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചോളീം. ഫഇൻ തുഅ്മിനു വതത്തഖൂ ഫലക്കും അജ്റുൻ അളീം. എന്നാൽ അതിനപ്പുറം മനുഷ്യൻ കണ്ടെത്തുന്ന ഏതൊന്നും
ആ അള്ളാഹു അവന് കാണിച്ചു കൊടുക്കുന്ന വാഗ്ദാനം നൽകിയതാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാർ അത്തരം വിഷയങ്ങൾ തൊടൂല്ല. കാരണം അതെല്ലാം അവന് കണ്ടെത്താൻ പറ്റും. ഓരോ ഗ്രഹങ്ങളുടെയും ചലനവേഗതയെ മനുഷ്യന് നിർണ്ണയിക്കാൻ കഴിഞ്ഞു. ആ ചലനവേഗത നിർണ്ണയിക്കാൻ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പറയാണ്, നാളെ സൂര്യഗ്രഹണം സംഭവിക്കും, ആ ചന്ദ്രഗ്രഹണം സംഭവിക്കും, ഇന്ന ദേശത്ത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഉണ്ടാവും. അതിൽ നിന്നിട്ട് നമ്മൾ വിശ്വസിക്കണത് അങ്ങനെ സംഭവിക്കണോ? സംഭവിക്കണ്ട്. കാരണം അതൊന്നും അള്ളാഹു പറഞ്ഞ വൈബ് പെട്ടതല്ല എന്നുള്ളത് കൊണ്ടാണ്. അവ അത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഓരോ കാലഘട്ടങ്ങളിലും അതിൻ്റെതായിരിക്കുന്ന സംവിധാനങ്ങളും അതിൻ്റെതായിരിക്കുന്ന മനുഷ്യ നിർമ്മിതികളും ഉണ്ടാവും. അതില്ലാത്ത കാലത്ത് അതിനനുസരിച്ചുള്ള സംഗതിയായിരിക്കും. അതുകൊണ്ട് അത് തെറ്റാണ് എന്നുള്ളതല്ല. അപ്പൊ ആ സമൂഹത്തിലെ ചിന്തക്കനുസരിച്ച് അവരുടെ നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ മേഘാവൃതമായി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെല്ലാം ചെയ്യണം എന്നുള്ള റസൂലുള്ള പറഞ്ഞു വിട്ടു. അതാണ് ഒരു വേറെ ചർച്ചയാണ്. ഏതായാലും അതിന്റെ ഒരു അടിസ്ഥാനം പറഞ്ഞു തന്നല്ലോ. നന്നായി ചിന്തിക്കുന്ന, പഠിക്കുന്ന, അള്ളാഹുവിന്റെ തഖ്ദീറും തദ്ബീറും മനസ്സിലാക്കി ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.